2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്ക് ജാമ്യം അനുവദിച്ചു. ഷർജീലും ഉമർ ഖാലിദും ഡൽഹി കലാപം ആസൂത്രണം ചെയ്തവരും ഗൂഢാലോചന നടത്തിയവരുമാണെന്നായിരുന്നു ഇരുവർക്കും ജാമ്യം നിഷേധിക്കാൻ കോടതി കണ്ടെത്തിയ കാരണം. ഇനി ജാമ്യാപേക്ഷ നൽകാൻ ഇരുവർക്കും 1 വർഷം കാത്തിരിക്കണം. കഴിഞ്ഞ 6 വർഷമായി ഇവർ ജയിലിലാണ്. 2014 അധികാരത്തിലെത്തിയതു മുതൽ BJP സർക്കാർ പൗരത്വ നിയമത്തിൽ മാറ്റം വരുത്താനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. 2018 അസമിലെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കം ആശങ്കകൾക്ക് കാരണമായി. ഈ ശ്രമങ്ങൾക്കൊടുവിൽ 2019 ജൂലൈയിൽ പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. അസമിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് കലാപത്തിനിടയാക്കി. 2019 ഡിസംബർ 9 വലിയ ചർച്ചകൾക്കൊടുവിൽ ബില്ല് ലോക്സഭ പാസാക്കി. അസം, ത്രിപുര, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംഘർഷം രൂക്ഷമായി. ബില്ല് 2019 ഡിസംബർ 11 രാജ്യസഭയും പാസാക്കി. താമസിയാതെ പ്രസിഡന്റ് ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് CAA 2019 എന്നായിരുന്നു നിയമം അറിയപ്പെട്ടത്.